ഈയിടെ നമ്മുടെ അടുത്ത് തന്നെ നമ്മളറിയുന്ന അയൽപ്പക്കം അങ്ങനെ നമ്മളതായിട്ടുള്ള ഇവിടുത്തുകാരാണ്, നോർത്തുകാരാണ്. ആ ആ മനുഷ്യന് ഭാര്യയും 3 മക്കളും ഉണ്ടായിരുന്നു, വലിയ മക്കൾ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ഭാര്യ ശരിക്കും മക്കളെ ഒന്നും നോക്കുന്നില്ലായിരുന്നു. കുഞ്ഞിലെ കൊച്ചു 3 പിള്ളേരെ എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ മനുഷ്യനോട് ആരാണ്ടോ പറഞ്ഞു, നിങ്ങൾ കൽക്കട്ടയിൽ പോയി പാവം പിടിച്ച പെൺപിള്ളേരൊക്കെ കാണും, അവിടുന്ന് ഒരാളെ കല്യാണം കഴിച്ചും കൊണ്ടുപോവാ, ഈ പിള്ളേരെയൊക്കെ നോക്കും, നിങ്ങൾക്കൊരു ഭാര്യയും കൂടെ ആവും എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ മനുഷ്യനെ കൽക്കട്ടയ്ക്ക് പോയി അവിടെ ചെന്ന് ഇതുപോണൊക്കെ പാവം പിടിച്ച കുടുംബങ്ങളുണ്ടല്ലോ, സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കാനും എടുക്കാനും ഒക്കെ വയ്യാത്ത അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞില്ല ഇവിടെ ഇയാൾക്ക് ഭാര്യയും 3 മക്കളും ഉണ്ടെന്ന് പറഞ്ഞില്ല. അവൾക്ക് ഹിന്ദിയും അറിയത്തില്ലായിരുന്നു. ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ ഡൽഹി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ താമസിച്ച് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഇയാൾക്ക് 3 പിള്ളേരും ഭാര്യയും ഉണ്ടെന്നുള്ളത്. നോക്കണം, വഞ്ചന. അത് കഴിഞ്ഞ് പിന്നെ അവരെന്തോ ചെയ്യും? അവരിങ്ങ് കൽക്കട്ടയിൽ നിന്ന് ഇവിടെ ഡൽഹി വന്നു. ഭാഷ അറിയത്തില്ല, ഹിന്ദി ഭാഷ അറിയത്തില്ല, ബംഗാളി ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. പഠിപ്പും വലിയ വിദ്യാഭ്യാസവും ഇല്ല, എഴുതാനും വായിക്കാനും അറിയില്ല. അവർ പിന്നെ തരണം ചെയ്ത ജീവിതം. അപ്പം ഇയാൾ മറ്റവരുടെ അടുത്തും പോകും, ഇവരുടെ അടുത്തും പോകും. എന്നിട്ട് ഈ രണ്ടാമത് ഈ കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്ന ഭാര്യയാണ് ഈ 3 മക്കളെ വളർത്തിയതും വലുതാക്കിയതും, മൂത്ത പെണ്ണിനെ കെട്ടിച്ചതും, 2 ആൺപിള്ളേരുണ്ട്, അവരെ നോക്കിയതും എടുത്തതും കുടുംബം വെച്ചാൽ ഇയാൾ മറ്റവരുടെ അടുത്തും പോകും. ഇങ്ങനെ വരും. ഇവളിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പെട്ടുപോയി, അവളെ പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവക്ക് 2 പിള്ളേരുണ്ട്, ഒരു മോളും മോനും. പക്ഷെങ്കിൽ അവരോട് ഭയങ്കര കാര്യങ്ങളൊക്കെ ആ കൊച്ചിൻ്റെയൊക്കെ അഡ്മിഷനൊക്കെ ചെയ്യാനൊക്കെ ഞാനൊക്കെ പോയി ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. 18 വയസ്സുള്ള ഒരു കൊച്ചും 14 വയസ്സുള്ള ഒരു ആൺകൊച്ചും. അപ്പം ഇങ്ങോട്ടൊക്കെ പോന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു വിവരവും ഇല്ലാതെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, ഭയങ്കര വിഷമമായി. അയാൾ കുടിച്ചിട്ടും അയാളുടെ മൂത്ത മകനും കൂടെ കുടിച്ചിട്ട് വന്നിട്ടൊക്കെ വീട്ടിൽ ഭയങ്കര ബഹളവും കാര്യങ്ങളുമായി. ഈ കൊച്ചിനെ കൊല്ലാനും എടുക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ചെന്ന് എടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുക എടുക്കുകച്ചത്. അവൾ അതുകൊണ്ട് അവിടെ കൊച്ചുങ്ങളെയും കൊണ്ടങ്ങ് കൽക്കട്ടയ്ക്ക് പോയി. അവളെ അവിടുന്ന് കല്യാണം കഴിച്ചും കൊണ്ട് ഇയാൾ കൊണ്ടുവന്നപ്പോൾ അവൾ അവിടുന്ന് പിള്ളേരെയും കൊണ്ടല്ലല്ലോ വന്നത്. 2 പിള്ളേരെ അവിടെ ചെന്ന് പാവം പിടിച്ച പെണ്ണിനെ ഭാഷ അറിയത്തില്ല, ജോലി അറിയത്തില്ല, പഠിപ്പില്ലാത്ത പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് 2 പിള്ളേരുമായി. ഓൾറെഡി ഇയാൾക്ക് ഇവിടെ ഭാര്യയും 3 മക്കളും ഉണ്ടായിരുന്നു. ചതിയിലും വഞ്ചനയിലും പെട്ട പെണ്ണ് പിന്നെ ജീവിതം ജീവിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മൂത്ത മോനും എല്ലാം കൂടെ പ്രശ്നമുണ്ടായി, ഇയാളും മൂത്ത മോനും എല്ലാം കൂടെ വഴക്കുണ്ടായി. രണ്ടാമത്തെ ചെറുക്കൻ പിന്നെ അവരുടെയൊക്കെ പക്ഷം നിൽക്കും. പക്ഷെങ്കിൽ ഈ പിള്ളേരെ അടിക്കാനും ഈ പെൺകൊച്ചിനെ കൊല്ലാനും എടുക്കാനും ഒക്കെ ചെന്ന് അവളെ കൊച്ചുങ്ങളെ കൊണ്ടങ്ങ് തിരിച്ച് കൽക്കട്ടയ്ക്ക് പോയി. അപ്പം നോക്കിക്കോണേ, ചതിയുടെ ഒരു വഞ്ചനയുടെ കാര്യം ഒന്നോർത്ത് നോക്കിയേ. അവൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു എന്നോട്, ദീദി വിളിക്കാഞ്ഞത് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി, ഞങ്ങളിങ്ങ് പോന്നു, എൻ്റെ കൊച്ചുങ്ങളെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചുങ്ങളുമായിട്ട് അവൾ തയ്ക്കുന്ന മെഷീനും കാര്യങ്ങളും എല്ലാം തല്ലി പൊട്ടിച്ചു കൊടുത്തതല്ല. അവൾക്ക് തുണയായിട്ട് അയാളില്ല, അയാൾ മൂത്ത മോൻ്റെ പക്ഷമാണ്, നിന്ന് ഇവരോട് വഴക്കിടുക. അങ്ങനെ അവൾ രക്ഷപ്പെട്ടു പോയി, ഇനി തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞു. അവൾ കൽക്കട്ടയിൽ നിന്ന് വന്നപ്പോൾ പിള്ളേരെയും കൊണ്ടല്ലല്ലോ വന്നത്, ഇയാൾ കൊടുത്തതല്ലേ ഈ പിള്ളേർ ഇവരുടെ അല്ലേ. എന്നിട്ട് ഇപ്പോൾ ആ കൊച്ചുങ്ങളെ ഇനി എങ്ങനെ വളർത്തും, എങ്ങനെ പഠിപ്പിക്കും എന്ന ചിന്തയാർക്ക അവൾക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ആ വിഷമം അവൾ എന്നോട് പങ്കിട്ടു. എന്തോ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ നോക്കും, എങ്ങനെ ജീവിക്കുമെന്ന് വെച്ചാൽ 2 പിള്ളേരും അല്ലേ. അയാൾക്ക് ഇവിടെ 3 പിള്ളേരും ഉണ്ട്, കാര്യമുണ്ട്. എന്നിട്ട് അയാൾ നിരന്തരം ഇതിൻ്റെ അകത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നത് അങ്ങനെയാണ്. പുള്ളിയുടെ വശം അങ്ങ് നല്ലതാക്കി ഉള്ള കുറേ വീഡിയോസും ഇതും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ചതിയും വഞ്ചനയും ഇത്രയും ആൾക്കാർ ചെയ്യുന്നതൊന്ന് ഓർത്ത് നോക്കിയേ. അയാളുടെ രക്തമല്ലേ ആ പിള്ളേർ 2 പേരും. എന്നിട്ടും ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ ആരെ വിശ്വസിക്കും, എന്ത് വിശ്വസിക്കും, ആരെ വിശ്വസിക്കും, എവിടെ വിശ്വസിക്കും? ഇതാണ്. അങ്ങനെ എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. എന്തോ പറയുന്നു സ്വാതന്ത്ര്യം, എന്തോ പറയാൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളായിട്ട് നോക്കി, ഇങ്ങനെയുള്ളിടത്തോട്ട് നിങ്ങളിനി ഇതിനെ തിരിച്ചു വരുന്നത്, നീ എന്തെങ്കിലും ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഇതാക്കി നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയാണ്
ചതിയും വഞ്ചനയും കാര്യങ്ങളും ആൾക്കാരിന്ന് സ്വാർത്ഥത ഇതും കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ആ കുടുംബത്തിനുണ്ടായത്.